ഹായ് സുഹൃത്തുക്കളെ, ISRO LPSC ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ മെക്കാനിക്കുകാർക്കും ഇലക്ട്രോണിക്സുകാർക്കും രണ്ടുപേർക്കും വേക്കൻസികളുണ്ട്. മെക്കാനിക്കലിനാണ് കൂടുതൽ വേക്കൻസികൾ. LPSC ലിക്വിഡ് പ്രൊപ്പൽഷൻ സ്പേസ് സെന്റർ എന്നുള്ള നമ്മുടെ തിരുവനന്തപുരത്ത് വലിയമലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ടെക്നിക്കൽ അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ തിരുവനന്തപുരത്തും അതുപോലെ ബംഗളൂരുവിലും ഇതിന്റെ വേക്കൻസികൾ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ അപ്ലൈ ചെയ്യാം. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. എന്താണ് യോഗ്യത, എത്ര വേക്കൻസികൾ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യമായിട്ട് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നുള്ളതാണ് ഈ പോസ്റ്റിന്റെ പേര് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കൽ 792 എന്നുള്ളതാണ് പോസ്റ്റിന്റെ ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ നമ്പർ. 792 മെക്കാനിക്കൽ 11 വേക്കൻസികൾ ഉണ്ട്. മെക്കാനിക്കലിൽ 11 വേക്കൻസികൾ ഉണ്ട്. അതിൽ അൺറിസർവ്ഡ് 3 വേക്കൻസികൾ, OBC 3, SC 1, EWS 1 എന്നിങ്ങനെയാണ് അതിന്റെ വേക്കൻസിയുടെ ക്ലാസിഫിക്കേഷൻ. വലിയമലയിൽ, ഇത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള വലിയമലയിലാണ് ഇത്രയും വേക്കൻസികൾ. 8 വേക്കൻസികൾ, 3 വേക്കൻസികൾ ഇവരുടെ ബംഗളൂരുവിലുള്ള സെന്ററിലാണ്. 2 ജനറൽ കാറ്റഗറിയും 1 SCക്കും വേണ്ടിയിട്ടാണ് റിസർവ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ? 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് നിർബന്ധമാണ്, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ്. ഇനി ഇലക്ട്രോണിക്സുകാർക്ക് 793 എന്നുള്ള പേരിൽ ഇലക്ട്രോണിക്സുകാർക്ക് ഒരു വേക്കൻസി ഉണ്ട്. ഒരു വേക്കൻസിയാണ്, അത് അൺറിസർവ്ഡ് ആണ്, ജനറൽ കാറ്റഗറിയിലാണ് പോകുന്നത്. അപ്പോൾ അത് തിരുവനന്തപുരത്തേക്കാണ് ആ ഒരു വേക്കൻസി വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ടെക്നിക്കൽ അസിസ്റ്റന്റ് നിലവിലെ വേക്കൻസി ലിസ്റ്റ് ആണ്. അപ്പൊ ക്വാളിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ, മെക്കാനിക്കലിലുള്ളവർക്ക് മെക്കാനിക്കലും ഇലക്ട്രോണിക്സിലുള്ളവർക്ക് ഇലക്ട്രോണിക്സിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ്. അതായത് കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ജനറൽ കാറ്റഗറി ആണ് അല്ലെങ്കിൽ EWS ആണെങ്കിൽ 27/8/1990 ആ ഡേറ്റ് ഉൾപ്പെടെ അതിനുശേഷം ജനിച്ച ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. OBC ആണെങ്കിൽ 1987, SC/ST ആണെങ്കിൽ 1985. അപ്പൊ ഈ ഡേറ്റ് ഉൾപ്പെടെ കൃത്യമായിട്ട് അവിടെ തന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 26 ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് പഠിച്ചു തുടങ്ങാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടാൻ പറ്റുന്ന ISROയിൽ കിട്ടാൻ പറ്റുന്ന നല്ലൊരു ജോലി തന്നെയാണ്. സയന്റിസ്റ്റിന് താഴെ വരുന്ന ലെവലിലുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഒരുപാട് സ്കോപ്പ് ഉള്ള ഒരു പോസ്റ്റ്. ഇതിന്റെ പേ സ്കെയിൽ ലെവൽ 7 പേ മെട്രിക്സ് ഉണ്ട്. 44,900 മുതൽ 1,42,000 വരെ തുടക്കത്തിലുള്ള സാലറി സ്കെയിലുള്ള മികച്ച ഒരു പോസ്റ്റ് തന്നെയാണ്. ഏത് വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഡൗട്ട് ഉണ്ടാവും. lpsc.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. LPSCയുടെ ISROയുടെ LPSCയുടെ വെബ്സൈറ്റ് വഴി തന്നെ വേണം ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട്. മാത്രമല്ല ഇതിന് അഡ്മിറ്റ് കാർഡൊക്കെ വരുന്നതും അതുപോലെ തന്നെ പരീക്ഷാ തീയതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതേ വെബ്സൈറ്റിൽ തന്നെയാണ് അപ്ഡേഷൻസ് വരുന്നത്. അതിപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. വെബ്സൈറ്റിൽ ചെന്ന് അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു അഡ്വർടൈസ്മെന്റ് കാണാം. അതുവഴി ആപ്ലിക്കേഷൻ കൊടുക്കുക, സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. അപ്പോൾ ചില കാറ്റഗറികൾക്ക് ആപ്ലിക്കേഷൻ ഫീ റീഫണ്ട് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്ലൈ ചെയ്യുക, ശ്രദ്ധിച്ച് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇനി എന്താണ് ഈ ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ ജോലി എന്നുള്ളത് നോട്ടിഫിക്കേഷനിൽ ഈ അഡ്വർടൈസ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കലിന്റെ ജോലിയാണ്. ഓവറോൾ സൂപ്പർവിഷൻ ആൻഡ് മാനുഫാക്ചറിംഗ്, ഫാബ്രിക്കേഷൻ, പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആക്ടിവിറ്റീസ്, അസംബ്ലി, ഇന്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹാർഡ്വെയർ, മെക്കാനിക്കൽ ക്വാളിറ്റി കൺട്രോൾ, മെറ്റീരിയൽസ് പ്രൊക്യൂർമെന്റ്, ഇതിന്റെയൊക്കെ ഓവറോൾ ആയിട്ടുള്ള സൂപ്പർവിഷനും മാനുഫാക്ചറിംഗും ഒക്കെയാണ് ഒരു ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ ജോലി എന്നുള്ളത്. ടെമ്പററി ബട്ട് ലൈക്ലി ടു കണ്ടിന്യൂ എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പെർമനന്റ് പോസ്റ്റ് തന്നെയാണ്, അതിനകത്ത് ഡൗട്ട് ഒന്നും വേണ്ട. അപ്പൊ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുക. പരീക്ഷ എന്താണെങ്കിലും ഒരു 6 മാസമെങ്കിലും നമുക്ക് പഠിക്കാനായിട്ട് കിട്ടും. 6 മാസത്തിനുള്ളിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് അനാലിസിസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതേ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. വരും ദിവസങ്ങളിലായിട്ട് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉൾപ്പെടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ്. ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ക്യൂറേറ്റ് ചെയ്ത ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ്, മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെ അടങ്ങിയ കോച്ചിങ് വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള കോൺടാക്റ്റിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാം. കോഴ്സിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ I+നൊപ്പം ഏറ്റവും ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് I+ പ്രൊവൈഡ് ചെയ്യുന്നു. PVQ ഡിസ്കഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ കോഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒട്ടും വൈകണ്ട, ആപ്ലിക്കേഷൻ കൊടുക്കുക. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ 35 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറി ആണെങ്കിൽ 35 വയസ്സ് വരെയുള്ള ഡിപ്ലോമ ഹോൾഡേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നന്നായിട്ട് പഠിക്കുക, നല്ലൊരു ജോലി നേടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.